അപ്പോൾ മസിൽ കോച്ചി പിടിക്കുക എന്ന് പറഞ്ഞാൽ പുതുമയുള്ളൊരു കാര്യമൊന്നും അല്ലല്ലേ. കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഉള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. അപ്പോൾ അവർക്ക് വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഗ്രോയിങ് മസിൽ പെയിൻ അങ്ങനെയുള്ളതായിരിക്കാം. മുതിർന്നവർക്ക് വരുന്നത് ഏത് ടൈപ്പാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലേ. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് വേദന വരുന്നവരുണ്ട്, നടുവിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ നടു മിന്നി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരാറുണ്ട്. അതുപോലെ കാലിൽ മസിൽ കയറുക, അത് മിക്കവാറും കോമൺ ആണ്, ഒരുപാട് പേർക്ക് അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പെയിൻ വരുമ്പം ഫസ്റ്റ് നമ്മൾ എന്താവും ചെയ്യാം. അപ്പം നടുവൊക്കെയാണ് മിന്നി പിടിച്ചതെങ്കിൽ പലരും പറയാറുണ്ട് അതേ പൊസിഷനിൽ ഡോക്ടറെ അടുത്ത് പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാറി, പിന്നെയും തിരിച്ചു വന്നു. പിന്നെ ഏതെങ്കിലും ഒരു പൊസിഷനിലോട് തിരിയാൻ പേടിയാണ് ഡോക്ടറെ, കാര്യം ഏത് പൊസിഷനിലാണ് തിരിയുമ്പോൾ പിന്നെ ഈ പ്രശ്നം വരുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് വേറെ എവിടെ നമുക്ക് ഇത് വായു വിലങ്ങി പിടിക്കുന്ന ഒരു ഫീലിംഗ്. അപ്പം ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് മസിൽസ് ഉണ്ട്. ഒന്ന് വോളണ്ടറി മസിൽസ്, മറ്റേത് ഇൻവോളണ്ടറി മസിൽസ്. അപ്പോൾ വോളണ്ടറി മസിൽസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ അറിവോടുകൂടി നമുക്ക് കൈയൊക്കെ ഇപ്പം തിരിക്കുക, അങ്ങനത്തെ പല ആക്ടിവിറ്റീസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? വോളണ്ടറി മസിൽസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഇൻവോളണ്ടറി മസിൽസ് ഇനി നമ്മൾ പ്രവർത്തിപ്പിച്ചില്ലെങ്കിലും അത് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മസിൽസാണ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളണ്ടറി മസിൽസ് എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ചുരുങ്ങുകയും വേറൊരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് വികസിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഒരു മസിലിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഇത് ചില സമയത്ത് ഒന്നെങ്കിൽ ചുരുങ്ങത്തില്ല, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്കൊരു കോച്ചിപ്പിടുത്തം പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോച്ചി പിടിക്കുന്ന ഒരു സമയത്ത് അപ്പം നമുക്കറിയാം ഇത് പല പല ഇൻസിഡൻറ്റിലാണ് നമുക്ക് സംഭവിക്കാം. ഇപ്പോൾ ചിലത് പറയാറുണ്ട് ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ കഴുത്ത് ഇതുപോലെ ഉളുക്കി പിടിച്ചോലെ. അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ തലയണയോ എങ്ങനെ ഉയർന്ന തലയണ വെക്കാതെയോ കിടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, പിന്നെ തല നമ്മളൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ച് കിടക്കുന്നവർ, ഇനി കൈ തലയണയാക്കി വെച്ച് കിടക്കുന്നവർ, അങ്ങനെ പല ആളുകളുണ്ട്. അപ്പോൾ നടുവിൻ്റെ ആണെങ്കിൽ വേറൊരു മുഖ്യമായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും യൂസ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ടൈപ്പ് ഓഫ് ചെയറാണ്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ടൈപ്പ് ഓഫ് ചെയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ചില ചെയർ നമ്മൾ യൂസ് ചെയ്ത് ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ചരിയാനൊക്കെ സാധ്യതയുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല, നിങ്ങളുടെ ചെയറിന് ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ എക്സിക്യൂട്ടീവ് ചെയറിലിരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല. കാര്യം അത് നമ്മുടെ നടുവിൻ്റെ പൊസിഷനെ ഒന്ന് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു 10-15 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒരു മണിക്കൂറിൽ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ എങ്കിലും നിങ്ങളൊന്ന് എഴുന്നേറ്റ് നടക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴാണ് നിങ്ങളുടെ മസിൽസിനൊരു കുറച്ച് റിലീഫും കാര്യങ്ങളും ഒക്കെ കിട്ടുക. ഇനി പെട്ടെന്ന് നമുക്കൊന്ന് മസിൽ കോച്ചി പിടിച്ച് കഴിയുമ്പം എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു തൈലം ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ മസാജ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ മസിലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് ആവിയൊക്കെ പിടിക്കുമ്പം കുറച്ചൊക്കെ ഒരു റിലീഫ് കിട്ടും കേട്ടോ. അപ്പം ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വായു ഭയങ്കരമായിട്ട് കൂടുന്നു, ശരീരത്തിനകത്ത് ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഡ്രൈനെസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഓയിൽ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും അത്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ പറഞ്ഞു കൂട്ടും, അതായത് നമ്മുടെ ഇത് ഒക്കെ സ്ഥിരമായിട്ട് ഓടുന്നവരൊക്കെ ഉണ്ടാവും, മാരത്തോണൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? ഒന്ന് നന്നായിട്ട് വേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മസിൽക്ക് ഒരു സ്ട്രെയിൻ വന്നിട്ട് അങ്ങനെ കോച്ചൽ പോലെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെന്ന് പറയുമ്പം നമുക്ക് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഡെഫിഷ്യൻസി കൊണ്ടും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, അതായത് നമ്മളുടെ ശരീരത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം ഇല്ലെങ്കിലും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്നൊരു ആശ്വാസം കിട്ടുക. അപ്പോൾ ഇതിൽ ഏതാണ് റീസൺ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇനി ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ ദേഹത്ത് സ്ഥിരമായിട്ട് നമ്മളൊന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് തടവി ഒന്ന് കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആഹാര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ തന്നെയാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ നമ്മൾ കാൽസ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വായു ഒരുപാടുള്ള ഫുഡുകൾ, ഇപ്പം ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചക്ക, ചീനി, ചേമ്പ്, കാച്ചിൽ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നവരുണ്ട്. ഉരുളക്കിഴങ്ങ് കാർബോഹൈഡ്രേറ്റിൻ്റെ റിച്ച് സോഴ്സ് ഒക്കെ ആയിരിക്കാം, പക്ഷേ ഇതൊക്കെ ഒരുപാട് കഴിച്ചു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ രൂക്ഷത കൂടുകയാണ് ചെയ്യുക. അപ്പോൾ രൂക്ഷത, പിന്നെ സ്ഥിരമായിട്ട് മലബന്ധം, ഇതൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെയാണെങ്കിൽ പിന്നെയും വായുവിന് പ്രശ്നങ്ങൾ കൂടുന്നു. ഇനി AC, ഫാൻ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ പലരും പറയാറില്ലേ തണുപ്പ് തീരെ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരും എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അപ്പോൾ ഇങ്ങനെയുള്ളവരും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ സ്ഥിരമായിട്ട് വേദന വരുന്നവരാണെങ്കിൽ കാലിൻ്റെ ഭാഗത്ത് നന്നായിട്ട് തൈലമൊക്കെ തടവിയിട്ട് നമ്മൾ കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ജീവിത രീതിയിലും നമ്മൾ ഡെഫിനറ്റായിട്ട് മാറ്റം കൊണ്ടുവരിക. അതുപോലെ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒക്കെ നമ്മൾ കഴിക്കണം. കാര്യം ആവശ്യത്തിന് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം എന്നുള്ളത് ന്യൂട്രീഷണൽ സയൻസിലും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ കഴിക്കുകയാണെങ്കിലാണ് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ഈ ഡ്രൈനെസ്സും ഒക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുക. ഇനി നമ്മുടെ ശരീരത്തിൽ പുറത്ത് നമ്മൾ തടവേണ്ട തൈലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബലാശ്വഗന്ധാദി തൈലം, ദാനുന്തരം തൈലം, ഇതൊക്കെ തടവുന്നത് നല്ലതാണ്. ഇനിയും നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല, അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങളില്ല എങ്കിൽ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ബലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം എന്നിവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഏത് സമയത്തും എങ്ങനെയും വരാം ഈ വായു കലങ്ങുന്നത്. ചിലപ്പോൾ പ്രായമായവർ പറയാറുണ്ട്, കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാൻ നേരത്തായിരുന്നു എനിക്കത് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം വ്യായാമം ചെയ്യാതെ ഇരുന്ന് പെട്ടെന്ന് നമ്മൾ വ്യായാമം ചെയ്തപ്പോൾ വന്ന ഒരു സ്ട്രെയിൻ പോലെയാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് നമ്മൾ മാറ്റി വെക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഈ വ്യായാമം ചെയ്ത് പലരും അതുകൊണ്ട് പേടിച്ച് വ്യായാമമൊക്കെ ചെയ്യാതിരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത്, വേദനയുള്ള സമയത്ത് ഡെഫിനറ്റായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുക്കണം. പക്ഷേ എന്താണ് കാരണം എന്നൂടെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളൊന്ന് മാറ്റി വരിക. അതായത് നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ നമുക്ക് പഴയ ആക്ടിവിറ്റിയിലേക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ചെയ്ത് തുടങ്ങുക. അല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചിരിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ ദേഹത്ത് നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കുക. അതുപോലെ നമ്മുടെ കാൽസ്യം മഗ്നീഷ്യം ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രൊക്കോളി, അവക്കാഡോ, അതുപോലെ തന്നെ ചെറുപയർ സൂപ്പ്, മുതിര സൂപ്പ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എന്ത് ആഹാരം കഴിക്കുമ്പോഴും ചെറിയ ചൂടോടുകൂടി കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആഹാരത്തിൽ 6 രസങ്ങൾ ഉൾപ്പെടുത്തുക. അല്ലാതെ ഇപ്പോൾ പലരും പറയാറുണ്ടല്ലേ, എനിക്ക് എരിവുള്ള ഫുഡ് മാത്രമാണ് ഇഷ്ടം, എനിക്ക് പുളിയുള്ളത് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയല്ല, 6 രസങ്ങളും ചേർന്ന ആഹാരങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ 6 രസങ്ങളും ചേർന്ന ആഹാരം തന്നെയാണ് നിങ്ങളുടെ കാൽസ്യം, മഗ്നീഷ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ ഡെഫിഷ്യൻസി ഇതിനെല്ലാം പരിഹരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് പറയുക. താങ്ക് യു.